എവരിവൺ ഏവർക്കും ടാപ്റ്റഡ് മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ ഓക്കെ നമ്മൾ ഈ വീക്ക് തൊട്ട് നിഫ്റ്റിനെയും കൂടി നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ഇതുവരെ ഞാൻ നിഫ്റ്റിയിൽ അങ്ങനെ കാര്യമായിട്ട് ട്രേഡ് ചെയ്തില്ല. ബട്ട് എന്നിരുന്നാലും വീക്കിലി എക്സ്പയറി ബാങ്ക് നിഫ്റ്റിയിൽ അവസാനിച്ചുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ മാത്രമേ ഉള്ളൂ NSEയിൽ ഇപ്പോൾ വീക്കിലി എക്സ്പയറി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരല്പം മൂവ്മെൻറ്റും ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരല്പം മൂവ്മെൻറ്റും കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആഴ്ച തൊട്ട് ബാങ്ക് നിഫ്റ്റിക്കൊപ്പം തന്നെ നിഫ്റ്റിനെയും കൂടി അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയങ്ങളിൽ നിന്നല്ല വീഡിയോയിലോട്ട് കിടക്കും. അപ്പം കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഒരു അപ്സൈഡ് മൂവ് തന്നതിന് ശേഷം ഒരു അപ്സൈഡ് നല്ലൊരു ഗ്യാപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ആ ഗ്യാപ്പിന് ഏരിയയിൽ ഓക്കെ ആ ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തുകയും ആ ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തിയതിന് ശേഷം നിരവധി സെല്ലേഴ്സിൻ്റെ SL ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പം ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു വൺ സൈഡ് ഒരു സെൽ സൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് കൊടുത്തത്. വീക്കായിട്ടുള്ള സെൽ സൈഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 2 ദിവസവും സ്റ്റോപ്പ് ലോസസ് എനിക്ക് ഈ ഏരിയയിൽ ഹിറ്റ് ചെയ്ത് ഞാൻ കോൾ സൈഡിലോട്ട് എൻട്രി എടുത്തിരുന്നു. 2 സൈഡിലും ഞാൻ 2 ദിവസം എൻ്റെ സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം തന്നെ ഓക്കെ നവംബർ മാസം തന്നെ ഞാൻ ഓവറോൾ നോക്കിയാണെങ്കിൽ ലോസിലാണ് അവസാനിപ്പിച്ചത്. ആം, അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടത് ഫ്രീ ആയിട്ട് നോക്കുക. കണ്ടിന്യൂ ഒരു സെൽ സൈഡിൽ അതായത് കണ്ണടച്ച് ആര് സെൽ സൈഡിലോട്ട് ട്രേഡ് ചെയ്യുന്നു ജസ്റ്റ് ആ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവരുടെ ഫേവറിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് സെൽ സൈഡിലെ ഫേവറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിരവധി ഇവിടെ ഈ ഏരിയയിൽ സെൽ സൈഡിലെ ലിക്വിഡിറ്റി ക്രിയേറ്റ് നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ മാർക്കറ്റ് ഈ വീക്കിൽ ഞാൻ ഒരല്പം ബുള്ളിഷ് തന്നെയാണ്. മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് തന്നെ മൂവ് ആകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും മുകളിലോട്ട് തന്നെ ഉണ്ടെന്ന് വെച്ചിരുന്നാലും നമ്മൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് റെസിസ്റ്റൻസുകളൊക്കെ ആക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനൊപ്പം തന്നെ ചെറിയൊരു കറക്ഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കും. നമ്മളെപ്പോഴും ഏത് സമയത്ത് നമ്മളെല്ലാം മുകളിലോട്ട് പോകാൻ കാത്തിരിക്കുന്നു. ആ സമയങ്ങളിലെല്ലാം മാർക്കറ്റ് താഴത്തോട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസസിനെ എല്ലാം ഹണ്ട് ചെയ്ത് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പില കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ പോലും അറിയാണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടാണ്. 3 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കുക ഏകദേശം നിയർലി ലാസ്റ്റ് വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 53 92 ആണ്. ഓക്കെ അപ്പോൾ ഈ ഒരു 53 030 ടു 53 90 ഇതൊരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ ഈ ഒരു ഏരിയയിൽ നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, ഈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു മൂവ് മുകളിലോട്ട് തരാൻ വളരെയധികം സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ ഈ നോക്കുക 52,555 തൊട്ട് 52,350 ഓക്കെ 52,350 പ്ലസ് 52,550 ഈ 200 പോയിന്റിന്റെ മാർക്കറ്റ് സൈഡ് വൈസ് പോയതിന് ശേഷം ഓക്കെ ഈ 200 പോയിന്റിൽ മാർക്കറ്റ് സൈഡ് വൈസ് പോയതിനു ശേഷം മുകളിലോട്ട് സ്ട്രോങ് മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് മൺഡേ ഓപ്പൺ ആവുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്ലാനിങ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്നെല്ലാം സെല്ലിംഗ് ചെയ്യുന്നത് പോലെ കാണിക്കും. നമ്മുടെ ഈ 200 പോയിന്റിൽ ഓക്കെ 200 പോയിന്റിൽ നിങ്ങൾ കാത്തിരിക്കുക. 200 പോയിന്റിനകത്ത് സൈഡ് വൈസ് പോയതിനു ശേഷം നിങ്ങൾക്കൊരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് താഴത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് ഒരു എൻട്രി എടുക്കുക. ഓക്കെ അതും നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് മൂവ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണ് തരുന്നതെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ബൈ സൈഡിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് മാർക്കറ്റ് ഈ ഏരിയയിലെല്ലാം കുറച്ചും കൂടി താഴത്ത് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സെൽ സൈഡിലോട്ട് നിങ്ങളോട് ഈ ആഴ്ചയിൽ പറയുന്നില്ല, സെൽ സൈഡിലോട്ട് പറയുന്നുണ്ട്. എപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ഹൈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒരു ചെറിയൊരു മൂവ് താഴത്തോട്ട് ഇങ്ങനെ വരാനും സാധ്യത കൂടുതലാണ്. ഇതേപോലെയുള്ളൊരു ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ താഴത്തോട്ട് ഇങ്ങനെ ഒന്ന് വരാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒരു സെൽ സൈഡിലുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ചെയ്യാതിരിക്കുന്നത് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ ഇരിക്കണം എന്ന് നോക്കുക. എക്സ്പെക്റ്റ് ചെയ്ത് ഒരിക്കലും നേക്കഡ് ആയിട്ട് ബൈ ചെയ്ത് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ നമുക്ക് ഇനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് 52,350 ടു 52,550 ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് തൊട്ട് മുകളിൽ 53,36 പ്ലസ് 53,90 ഓക്കെ അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഇവരെല്ലാം റിമൂവ് ചെയ്തിട്ട് നല്ലൊരു ഗ്യാപ്പ് അപ്പോടുകൂടി ഇവരെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നോക്കുക ഇവിടെ എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസിൽ എത്തിയിട്ട് എങ്ങനെ വീക്ക് ആയിട്ടാണ് അതായത് വോളിയം തീർത്തും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ മാർക്കറ്റ് ഇത് തിരിച്ചിങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരു ലോ
ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തതിന് ശേഷം മുകളിലോട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അത് മുകളിലോട്ട് മൂവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുകളിലെ റെസിസ്റ്റൻസ് 53,400 ടു 53,450. അതൊരു പുതിയ ഹൈയിലോട്ട് മാർക്കറ്റ് എത്തുന്നതാണ്. അത് ഫ്യൂച്ചർ ചാർട്ട് പുതിയ ബാങ്ക് നിഫ്റ്റിയുടെ പുതിയ ഹൈയിലോട്ട് എത്തുന്നതായിരിക്കും. സ്ലോ ആൻഡ് സ്റ്റഡി ബിൽഡപ്പ് നടത്തുകയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ബിൽഡപ്പ് നടത്തുകയാണ്. മുകളിലോട്ട് മൂവ് ആകണം. കഴിഞ്ഞ ഒക്ടോബർ നവംബർ 2 മാസമായിട്ട് മാർക്കറ്റ് ഫുള്ളി ഈ ഏരിയക്ക് താഴെയാണ് നിന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ട് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്രത്തോളം സൈഡ് വൈസ് ആയിട്ട് റേഞ്ചിൽ മാർക്കറ്റ് പോകുന്നു, വലിയ ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ മന്ത്ലി 2 വീക്കിലി ടൈം ഫ്രെയിമിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ നമുക്കൊരു ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് സൈഡ് വൈസ് ആണ്. നമുക്ക് ജസ്റ്റ് 1 ഡേ ടൈം ഫ്രെയിമിലൊന്ന് ജസ്റ്റ് നോക്കുക. 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ക്ലിയർ ആയിട്ട് നോക്കുക. നല്ലൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ല ഈ ഏരിയയിൽ നല്ലൊരു ഹോൾ വന്നു. അതിന് മുന്നേ നല്ലൊരു മൂവ് വന്നു. അതിനുശേഷം ഈ ഏരിയയിലെല്ലാം ഒരു വട്ടം ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു. ഈ ഏരിയയിൽ പിന്നെ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്തു. ഫസ്റ്റ് ബുൾ ബാക്ക് നടന്നു. സെക്കൻഡ് ബുൾ ബാക്കും വന്നു. മാർക്കറ്റ് തേർഡ് ബുൾ ബാക്കിന് അതിന് മുകളിലാണ്. ഇതിന്റെ ഓരോ ഹൈയും ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കുക. ഈ ഹൈയെ ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു കറക്ഷൻ ഉണ്ടായി. അത് അധികം ടൈം ഒന്നും എടുത്തില്ല കറക്ഷൻ ചെയ്യാനായിട്ട്, താഴ്ത്തു വന്നു. ബട്ട് എന്നിരുന്നാലും ഈ ഏരിയയിൽ നോക്കുക, 52,000 52,000 മൾട്ടിപ്പിൾ ടൈം 52,000 മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റിന് മുകളിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അത് നമുക്കൊരു നല്ലൊരു ബൈ സൈഡ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കുക, അപ്പോൾ ഇത് ഈ ഏരിയയിലുള്ള ഇഷ്ടംപോലെ സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ആണ്. സോ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് തന്നെ 1 ഡേ ടൈം ഫ്രെയിമിൽ മൂവ് ആകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇന്ന് ജസ്റ്റ് നിഫ്റ്റിയും കൂടി നോക്കാം. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് നോക്കുന്നത് നമ്മൾ. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് നോക്കുക. നിഫ്റ്റിയിൽ ഒരു വൺ സൈഡ് നല്ലൊരു കറക്ഷൻ നിയർലി ഹൈ ടു ലോ മാർക്ക് ചെയ്യണമെങ്കിൽ നിയർലി 12% നിയർലി 12% ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞു. ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിരുന്നാലും നിഫ്റ്റിയിലേക്ക് ട്രേഡ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ സ്റ്റോക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തവരാണ്, മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ നിങ്ങളുടെ സ്ലോ ആൻഡ് സ്റ്റഡി നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് മാർക്കറ്റ് നിഫ്റ്റി മുകളിലോട്ട് മൂവ് ആകാനായിട്ട്. അപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുക. നല്ലൊരു കറക്ഷൻ വന്നതിന് ശേഷം നല്ലൊരു കറക്ഷൻ ആയിരുന്നു നിഫ്റ്റിക്ക് അത് വന്നത്. കറക്ഷൻ വന്നു. മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഇത് ഏരിയയിൽ 23,800 23,800 നിന്ന് സപ്പോർട്ട് എടുത്തു. മുകളിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. സോ പൊട്ടൻഷ്യൽ ഉണ്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു സപ്പോർട്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിം നോക്കാം. നമുക്ക് ഇൻട്രാഡേ ടൈം ഫ്രെയിമാണ് വേണ്ടത്. ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് 3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ മാക്സിമം 3 മിനിറ്റിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നോക്കേണ്ടത്, തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ഉള്ളത് ഇതാണ് 24,457 ടു 24,490. ഇതൊരു നല്ല റെസിസ്റ്റൻസ്. അതിന് തൊട്ട് മുകളിൽ 24,585 ടു 24,594. അതുപോലെ തന്നെ നല്ല സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് 24,146 ടു 24,165. ഇതൊക്കെ നല്ലൊരു സപ്പോർട്ടായിട്ടും, അത് തൊട്ട് താഴെ നോക്കുക 23,890 ടു 23,900. അതായത് 10-15 പോയിന്റിന്റെ നല്ലൊരു സപ്പോർട്ടും ഇവിടെ ഉണ്ട്. മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയേക്കാളും നല്ലൊരു മൂവ്, വൺ സൈഡ് മൂവ്, അത് ബോത്ത് സൈഡ്, സെൽ സൈഡിലോട്ടായിക്കോട്ടെ ബൈ സൈഡിലോട്ടായിക്കോട്ടെ നല്ലൊരു മൂവ് ഇപ്പം നിഫ്റ്റിയാണ് തരുന്നത്. നിയർലി 1%-ന്റെ ഒക്കെ മൂവ് ബാങ്ക് നിഫ്റ്റിയെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് 1%-ന്റെ മൂവ് എല്ലാം തരാൻ പാടുപെടുമ്പോൾ നിഫ്റ്റി നല്ല കൂളായിട്ട് പാട്ടും പാടി ഒരു 1.5% മൂവ് ഡെയിലി ബേസിസിൽ തരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാം. വീക്കിലി എക്സ്പയറി നിഫ്റ്റിയിൽ മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളുടെയും കോൺട്രാക്ട്സുകൾ നിഫ്റ്റിയിലോട്ട് ഷിഫ്റ്റിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെഡ്ജിങ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഒരിക്കലും ബാങ്ക് നിഫ്റ്റി ഒഴിവാക്കാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഒഴിവാക്കുന്നതല്ല. ബാങ്ക് നിഫ്റ്റി തന്നെയായിരിക്കും ഞാൻ ട്രേഡിംഗ് മാക്സിമം കൂടുന്നത്. എന്നിരുന്നാലും നിഫ്റ്റിയിലോട്ട് അല്പം ഷിഫ്റ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനായിട്ട് യൂട്യൂബിൽ എൻ്റെ ഓൾറെഡി ഞാൻ എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ട്രാപ്പ് ട്രേഡർ മല്ലു ട്രാപ്പ് ട്രേഡർ വന്നിട്ടുണ്ട്. ട്രാപ്പ് ട്രേഡർ മല്ലു ഒന്ന് സെലക്ട് ചെയ്യുക. ചെയ്തതിനു ശേഷം ഇവിടെ ഇതിന്റെ ചാനൽ ഈ ഗ്രീൻ കളർ
ഗ്രീൻ ആൻഡ് വൈറ്റിൽ ഇതിനകത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സബ്സ്ക്രൈബർ ബട്ടൺ തൊട്ട് പറ്റിയ ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, മന്ത്ലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിനകത്ത് മാക്സിമം ബേസിക് ടു അഡ്വാൻസ് ആയിട്ടുള്ള ട്രാപ്പിങ്ങും ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും ലിക്വിഡിറ്റി ഹണ്ടിങ്ങും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈക്കോളജിയും അതുപോലെ തന്നെ അഡ്വാൻസ് വോളിയം ട്രാപ്സ് 199. ഇതിനകത്ത് ഞാൻ ഓപ്ഷൻ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓപ്ഷൻ ട്രേഡിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വോളിയത്തിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വോളിയം ട്രാപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ മാക്സിമം ഞാൻ മെമ്പേഴ്സ് ഓൺലി ലൈവ് സ്ട്രീംസും ഇത് രണ്ടിനായിട്ടും പിന്നെ മെമ്പേഴ്സിനായിട്ട് സെപ്പറേറ്റ് കോമൺലി വീഡിയോസ് എല്ലാം ഞാൻ ഇതിനകത്ത് ചെയ്യുന്നതാണ്. നിങ്ങൾ 10,000 കൊടുത്ത് 20,000 കൊടുത്ത് അല്ലെങ്കിൽ 1,00,000 കൊടുത്ത് വാങ്ങുന്ന കോഴ്സിനേക്കാളും ഈ മെമ്പർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. ഇതിനകത്ത് ലേറ്റസ്റ്റ് നല്ലൊരു വീഡിയോസ് എല്ലാം എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കണമെന്നൊക്കെ ക്ലിയർ ആയിട്ട് ഞാനിത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നും അറിവ് നേടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയും ശ്രദ്ധിക്കുക. ഒരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, എൻ്റെ ഈ മെമ്പർഷിപ്പ് പ്രോഗ്രാം കണ്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കോഴ്സ് എടുത്തെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോളോ ചെയ്യുന്നു വിചാരിച്ചോ നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടേതായിട്ടുള്ള മൈൻഡ് സെറ്റ്, നിങ്ങളുടേതായിട്ടുള്ള റിസ്ക് റിവാർഡ് വെച്ചുകൊണ്ട് മാത്രമേ ഓക്കെ, നിങ്ങളുടെ സൈക്കോളജിയെ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗിൽ നിന്ന് ഓപ്ഷൻ ബൈ ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏവർക്കും അടുത്ത വീഡിയോ കാണുമ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.